മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാനും കേരളത്തിലെ ഏതാണ്ട് ഒരു 10,000-ൽ താഴെ തുളു സംസാരിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന മംഗലാപുരത്തിൽ നിന്ന് ഉപജീവനത്തിന് വേണ്ടി കേരളത്തിലേക്ക് വന്ന കുറേ വ്യക്തികളുണ്ട്. ഭാഷാപരമായിട്ട് ഇന്നും ഞങ്ങളുടെ വീടുകളിൽ തുളു സമ്പ്രദായമാണ് ഉപയോഗിക്കാറുള്ളത്. പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. പേജാവർമഠ സ്വാമിയും അഷ്ടമഠ സ്വാമിമാരും ഉടുപ്പി ശ്രീകൃഷ്ണനെ പൂജിച്ച് ഒരു തനതായിട്ടുള്ള കുറേ പൈതൃക ആചാരാനുഷ്ഠാന ചിന്താധാരകളെല്ലാം വെച്ച് പുലർത്തുന്നവരാണ് ഈ തുളു വിഭാഗത്തിൽപ്പെടുന്നവർ. ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട് അവർ കൊങ്ങണികളാണെന്ന് പറഞ്ഞിട്ട്. അല്ല, ഇവർ മംഗലാപുരം ബ്രാഹ്മിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിൽ വന്ന ഞങ്ങളെല്ലാവരും വലിയ വലിയ ഹോട്ടലുകളൊക്കെ തുടങ്ങി. എറണാകുളത്തെ ദ്വാരക ഹോട്ടൽ, വുഡ്ലാൻഡ്സ് ഹോട്ടൽ, ഭാരത് ടൂറിസ്റ്റ് ഹോം ഹോട്ടൽ, ഭീമ ജ്വല്ലറി, അങ്ങനെയുള്ള വിഭാഗത്തിൽ നല്ല വാണിജ്യ വ്യവസായങ്ങളും കേരളത്തിൻ്റെ സംസ്കാരത്തോട് ഇഴുകിച്ചേർന്നിട്ടുമായിട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഇത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് പറയാൻ കാരണം, ഇങ്ങനെ ഞങ്ങളുടെ റൂട്ടെല്ലാം മംഗലാപുരത്ത് ഉടുപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഉടുപ്പിയിലുള്ള അഷ്ടമഠ സ്വാമിയാർ എന്ന് പറഞ്ഞ 8 സ്വാമിമാരുണ്ട്. അവരാണെങ്കിൽ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്ത സകല പ്രാകൃതമായിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും അതാണ് ശാസ്ത്രം, അതാണ് ആചാരം എന്ന് പറഞ്ഞ് ജീവിച്ച് അവസാനം ഒരു സംസ്കാരത്തെ തന്നെ വികലമായിട്ട് ചിത്രീകരിക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ച കാണാം. ഉടുപ്പി പ്രദേശത്തൊക്കെ ഏതാണ്ട് 70% ഹിന്ദുക്കൾ ക്രിസ്തുമതത്തിലേക്ക് ചേർന്നു. ഇവരിപ്പോഴും അതേ പ്രാകൃതമായ ദുരാചാരങ്ങളും അനാചാരങ്ങളും തന്നെ ജീവിതത്തിൽ പകർത്തിയിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ വന്ന ഈ 10,000-ഓളം പേര് അൾട്രാ മോഡേണായിട്ട് എല്ലാ നന്മകളും പഠിച്ച് നല്ല രീതിയിൽ അക്കാഡമിക്കലി എൻറിച്ച്ഡ് ആയിട്ട് ക്വാളിഫിക്കേഷൻ എടുത്ത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം കൂടി പറയാനാണ്. ഇന്നലെ അടുത്ത കാലത്ത് എറണാകുളത്ത് മാധ്വമണ്ഡലം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട്. അത് മംഗലാപുരത്ത് നിന്ന് വന്ന ഈ സ്വാമിമാരുടെ ശിഷ്യന്മാർ അവരുടേതായിട്ടുള്ള ഒരു സ്ഥാപനം ഈ തുളു സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് നല്ല രീതിയിൽ എന്നാൽ ചീത്ത ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ മദ്രാസിലുമുണ്ട് അതേപോലെ ഒരെണ്ണം. പിന്നെ ഇപ്പോൾ ദക്ഷിണ ഭാരതത്തിൽ ഓരോ സ്ഥലത്തും ഇവരുടേതായിട്ടുള്ളൊരു സെൻറ്റർ തുടങ്ങുന്നുണ്ട്. ഷർട്ടിട്ട് ഊണ് കഴിക്കരുത്, പക്ഷേ ഷർട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതേപോലെ നിലത്തിരുന്നേ ഊണ് കഴിക്കാവൂ, കസേരയിലിരുന്ന് ഊണ് കഴിക്കരുത്. അപ്പോൾ ഷർട്ട് ഇടാതെ വേണം ഭക്ഷണം വിളമ്പാൻ, ഷർട്ട് ഇടാതെ വേണം നടക്കാൻ. ഇതെല്ലാം പറയുന്ന ഒരു തനി പ്രാകൃതമായിട്ട് എന്തിനാ ഇതുമാതിരിയുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും ബോധവും ഇല്ലാതെ ആരോ എന്തോ പറഞ്ഞു ഇതെല്ലാമാണ് ആചാരമെന്ന് ധരിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്യിക്കാനുള്ള ലെവലിൽ എത്തുക. ഇവർ തന്നെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഷർട്ടിടും, ചെരുപ്പിടും. പക്ഷെ അകത്ത് കയറിക്കഴിഞ്ഞാൽ എത്ര അൾട്രാ മോഡേൺ ആയിട്ട് ജീവിക്കുന്നവനും ഷർട്ടിടാൻ പാടില്ല. ഈ കൊടവയറും ശരീരത്തിലെ രോമവും ഇതെല്ലാം പുറത്ത് കാണിച്ചാലേ ബ്രാഹ്മണനാവുള്ളൂ എന്ന് ധരിക്കുന്ന തനി നീചവും നികൃഷ്ടവുമായിട്ടുള്ളൊരു മാനസികാവസ്ഥ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഒരാൾക്കും ഉത്തരവില്ല. അതിനെ ചോദ്യം ചെയ്താലോ എതിർത്താലോ അതൊക്കെ ആത്മീയതയ്ക്കും ദൈവത്തിനും എതിരാണ്, ബ്രാഹ്മണ നിഷേധമാണ് എന്നുള്ള രീതിയിൽ വെച്ച് പുലർത്താം. എൻ്റെ അടുത്ത ബന്ധുവിൻ്റെ ഉപനയനത്തിന് ഞാൻ ഈ ചെന്നൈയിൽ വന്നപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഷർട്ട് ഊരണം എന്ന് പറഞ്ഞു. അതിശക്തമായി പ്രതിഷേധിച്ച് ഞാനും എൻ്റെ കൂടെ ഉള്ളവരും ഷർട്ട് ഊരിയില്ല. പക്ഷേ എന്നിട്ട് അവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ ഷർട്ട് ഇട്ടാണ് ഊണ് കഴിക്കുന്നത് വിളമ്പുന്നതെങ്കിൽ ശരീരത്തിലെ വിയർപ്പെങ്കിലും ഭക്ഷണത്തിന് വീഴില്ല. പക്ഷേ ഷർട്ട് ഇടാതെ ആവുമ്പോൾ ഈ ശരീരത്തിൻ്റെ സ്മെല്ലും ഈ ശരീരത്തിൻ്റേതായിട്ടുള്ള എല്ലാ കാഴ്ചകളും, കൊടവയറ്, അതേപോലെയുള്ള ചുണങ്ങോ എന്തൊക്കെ ശരീരത്തിലുണ്ടോ അതൊക്കെ ഷർട്ടൂരി സ്ത്രീകളെയും മറ്റുള്ളവരെയും പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ ഒരു ആചാരം. അതിൻ്റെ അർത്ഥം എന്താണ്?
അതിൻ്റെ പ്രയോഗം എന്താണ്, അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും അവർക്ക് ഉത്തരമില്ല. പക്ഷെ പണ്ട് ഷർട്ട് ഉണ്ടായിരുന്നില്ല, ബ്രാഹ്മണൻ്റെ ലക്ഷണമാണത് എന്നെല്ലാം പറഞ്ഞുള്ള ഉത്തരം തന്ന്, അതും ധാർഷ്ട്യത്തോടു കൂടിയ ഉത്തരം തന്ന്. അതേ സമയത്ത് പേജാവർമ്മയുടെ സ്വാമി ആണെങ്കിൽ കൺവേർഷനെതിരെ പ്രവർത്തിക്കുന്നു, മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കൺവെർട്ടഡ് ആയിട്ടുള്ളവരുടെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നു, അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ളവരുടെ അനുയായികളും എല്ലാം തനി പ്രാകൃതമായ തുളു സംസ്കാരം അതാണെന്ന് ധരിച്ചും ധരിപ്പിച്ചും ഈ പ്രത്യേക രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അതാണ് ശാസ്ത്രീയമെന്ന് ധരിച്ച് ഉത്തരം പോലും പറയാൻ പറ്റാതെ ജീവിക്കുന്ന ഒരു വിഭാഗവും കൂടിയുണ്ട്. അത്ഭുതകരമായ സന്തോഷം, കേരളത്തിലേക്ക് വന്നവർ ഒരു പരിധിവരെ തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കൊക്കെ പോയവരൊക്കെ നല്ല ബിസിനസ് ചെയ്ത് അവരതാത് പ്രദേശത്തുള്ള ജീവിത ശൈലിയുമായിട്ട് ഇഴുകിച്ചേർന്ന് ധന്യമായി മാറുമ്പോഴും അതിൻ്റെ റൂട്ടിലുള്ളവർ ഇപ്പോഴും പരദൂഷണവും ഇതുമാതിരി പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളുമായിട്ട് നടക്കുമ്പോൾ ആ വിഭാഗത്തിൽപ്പെടുന്നവരാരെങ്കിലുമൊക്കെ ഈ യൂട്യൂബിലെ പ്രഭാഷണം കേൾക്കുകയാണെങ്കിൽ എതിർക്കാനും അതിലെ ഒരുപക്ഷെ ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ വാദിക്കാനും ജയിക്കാനും ഈ പ്രാകൃതമായിട്ടുള്ള ചടങ്ങുകൾ, അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെയാക്കാനും കൂടി പ്രവർത്തിക്കാനും ഈ ഒരു യൂട്യൂബ് മെസ്സേജ് കാണുന്ന കേൾക്കുന്ന തുളു വിഭാഗത്തിൽപ്പെടുന്നവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.